വിദേശകാര്യ വിദഗ്ധൻ ജോസൂട്ടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, IMF-ൽ നിന്ന് 850 കോടി എന്നാണ് ഓർമ്മ. വായ്പ വാങ്ങിയത്, വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ സാമ്പത്തികമായി യാതൊരു അടിത്തറയുമില്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് 1 കോടി വീതം ധനസഹായം നൽകാം എന്ന് സമ്മതിക്കുന്നു. അത് പ്രഖ്യാപിക്കുന്നത് പാക് പ്രധാനമന്ത്രിയാണ്. തകർക്കപ്പെട്ട പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ പണം കൊടുക്കാം എന്ന് വാക്ക് നൽകുന്നു. അതായത് അതിൽ പാതിയോളം തുക ഭീകരതയ്ക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കും എന്ന് നമ്മൾ കരുതേണ്ടി വരുന്നു. ഈ പാകിസ്ഥാൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ലോകം മുഴുവൻ പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ എപ്പി സെന്റർ, പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ടുള്ള സെന്ററായിട്ടാണ് പറയുന്നത്. അത് വെറും കേന്ദ്രം മാത്രമല്ല, അവിടെയാണ് ഭീകരരെ വളർത്തി ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കും വളരെ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അത് ഏത് ഹീനപ്രവൃത്തിയിലൂടെയും പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിടുന്നു. അപ്പം അതൊരു വശത്ത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരം തീവ്രവാദികളാണ്, അവരുടെ സൈനിക സന്നാഹങ്ങളാണ് പാകിസ്ഥാന്റെ സെക്യൂരിറ്റിയുടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് തീവ്രവാദ സംഘങ്ങൾ. അത്തരം സംഘങ്ങൾ ലോകമെമ്പാടും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനും പറയുന്നത് ഞങ്ങൾ തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന്. യഥാർത്ഥത്തിൽ അവർ തീവ്രവാദത്തിന്റെ ഇരകളല്ല. അവർ തീവ്രവാദം പരിശീലിപ്പിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷശക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ കൊല്ലപ്പെടുമ്പോൾ അത് ലോകത്തിന് സമാധാനമായി അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ടാണ് കാണേണ്ടത്. മറിച്ച് അത്തരം തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വലിയ ഭീമമായ തുക IMF-ൽ നിന്ന് അവിടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും അനുവദിച്ച ഫണ്ട് എടുത്ത് ഈ തീവ്രവാദികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ കൊടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ഇന്ത്യ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ധാർമ്മികവും നയതന്ത്രപരവും സാമ്പത്തികവുമായ സഹായം നൽകുന്നു എന്ന് പറഞ്ഞത് എത്രമാത്രം ശരിയാണ്? മാത്രവുമല്ല, ഈ ഉണ്ടായ അക്രമങ്ങളിൽ നിന്നൊന്നും അവരൊരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് അതർത്ഥം. അവിടെ തീവ്രവാദങ്ങളുടെ കേന്ദ്രങ്ങൾ പുതുക്കി പണിയാൻ പോകുന്നു. ഭീമമായ തുക അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും ഒക്കെ ഔദ്യോഗികമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ നയമാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. അവർക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അതിനെല്ലാം വേണ്ടുന്ന ധനസഹായവും ഭൗതിക സഹായവും ധാർമ്മിക പിന്തുണയും നയതന്ത്ര പിന്തുണയും ഒക്കെ കൊടുക്കും എന്ന വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന അപജയത്തിൽ നിന്ന് അവർക്ക് മറിച്ചൊരു തീരുമാനമെടുക്കുവാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. കാരണം ആ രാജ്യം പൂർണ്ണമായും തീവ്രവാദത്തിന്റെ പിടിയിലാണ്. മറിച്ചൊരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അല്ലെങ്കിൽ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുന്നില്ല. തീവ്രവാദ കേന്ദ്രങ്ങളാണല്ലോ നശിപ്പിച്ചത്, അല്ലെങ്കിൽ തീവ്രവാദികളാണല്ലോ കൊല്ലപ്പെട്ടത്. അപ്പം അതിനെ വീണ്ടും മഹത്വവൽക്കരിച്ച് അതെത്രയോ വലിയ കാര്യമാണെന്ന് മാറ്റി തീർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഫലമാണിത്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് ഒട്ടും നല്ലതല്ല. പാകിസ്ഥാന്റെ ആഭ്യന്തര സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് ഒട്ടും നല്ലതല്ല. ലോക സമാധാനത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് ഈ മേഖലയിലെ സമാധാനത്തിന് നല്ലതല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് നല്ലതല്ല. ഇനി വരുവാൻ പോകുന്ന ചർച്ചയ്ക്ക് നല്ലതല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ഇത് മനുഷ്യത്വത്തിനൊട്ടും ചേർന്ന പ്രവൃത്തിയല്ല. ഇത് സംസ്കാര ശൂന്യമാണ്. ഇത് പ്രാകൃത നയമാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിന്റെ വരുംപരായകൾ അതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം വലിയ നാശം. ശ്രീ ജോസൂട്ടി, അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധം തന്നെ നടന്ന് അതിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയമാണെന്ന് ഓർക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും ഇങ്ങോട്ടേക്ക് ഡ്രോണുകൾ അവർ അയച്ചു. അത് സൈന്യത്തിലെ ഭിന്നതയാകാം, ഭരണകൂടം പറഞ്ഞാൽ കേൾക്കാത്ത സൈന്യമാകാം, അതിന് കാരണം അത് എന്തോ ആയിക്കോട്ടെ. മറുവശത്ത് ഈ
സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ, അവരെ കൂടി പറ്റിക്കുകയല്ലേ പാകിസ്ഥാൻ? പറ്റിക്കുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങൾക്കും ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ പോരാടുന്നത്, അവർക്കൊരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടുവാൻ അവർ എല്ലാവിധ നയങ്ങളും എടുക്കും. നമ്മൾ അമേരിക്കയുടെ തീവ്രവാദ നയത്തെക്കുറിച്ചുള്ള നയങ്ങൾ പരിശോധിച്ചാൽ അവരൊരിക്കലും ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ നശിപ്പിച്ചിട്ടില്ല. അവർ പല ബില്ലാദിനെ വരെ അവർ വകവരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ സ്പെസിഫിക് ടെററിസ്റ്റ് ക്യാമ്പുകൾ ഇതുപോലെ പാകിസ്ഥാനിൽ കൂണുപോലെ ഉണ്ടല്ലോ, അതിലേതിനെങ്കിലും എതിരെ അമേരിക്ക നടപടിയെടുത്തതായിട്ട് നമുക്കറിയാമോ? ഇവർക്ക് ലോകത്തെ ഏറ്റവും നന്നായിട്ട് അറിയാം ഇന്ത്യയിൽ അക്രമം നടത്തിയത് പാകിസ്ഥാനാണെന്നുള്ളത് അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനോട് ഇത് പറയാൻ കഴിയാത്തത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ലോക സമാധാനത്തിന് നല്ലതല്ല എന്ന്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പുണ്ട്. ചൈനയ്ക്ക് ഇരട്ടത്താപ്പുണ്ട്. അസർ മസൂദിനെ ഐക്യരാഷ്ട്രസഭയുടെ ഭീകര കരിമ്പട്ടികയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമം നടത്തിയപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള രാജ്യം ചൈനയാണ്. അതേസമയം ചൈനയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ ആദ്യം സൂചിപ്പിച്ചതിലെ മറ്റൊരു കാര്യം, ഇവിടെ വെടിനിർത്തൽ ഇന്നലെ ഇപ്പം അവിടുത്തെ ചില ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തെ അഭിസംബോധന ശേഷമുള്ള സമയത്ത്. അപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഐക്യത്തിന്റെ സന്ദേശമോ അല്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമോ എന്നുള്ളതിനെയൊക്കെ ഞങ്ങൾ ലംഘിക്കും. ഞങ്ങൾ അങ്ങനെ ആ ഒരു പാതയിലല്ല സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നത്. അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് വെടിനിർത്തലിന് വേണ്ടിയിട്ട് മുൻകൈയെടുക്കുകയും ആ തരത്തിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ സൈന്യത്തിന് പോലും സൈന്യത്തിന്റെ വിവിധ ഘടകങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ല. നിയന്ത്രണം ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു അക്രമം നമ്മുടെ അമൃത്സർ മേഖലയിൽ നടത്തുമായിരുന്നില്ലല്ലോ. 10ഓളം ഡ്രോണുകളാണ്, 1-2 അല്ലല്ലോ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ സൈനിക നടപടികളും കാര്യങ്ങളും ഒന്നും പൂർണ്ണമായും പാകിസ്ഥാന്റെ കീഴിലാണ് അല്ലെങ്കിൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ പ്രബലമായിട്ടുള്ളൊരു വിഭാഗം തീവ്രവാദികൾ തന്നെയാണ്. ആ തീവ്രവാദികൾക്ക് ഇത്തരത്തിലുള്ള നയതന്ത്രങ്ങളോ ഐക്യമോ ചർച്ചയോ മനുഷ്യത്വമോ ഒന്നും പ്രശ്നമല്ല. അവരെ ഗൈഡ് ചെയ്യുന്നത് വളരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ചില ആശയങ്ങളും അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈന്യത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ഘടകങ്ങൾ പാകിസ്ഥാന്റെ സൈന്യത്തിലുണ്ട്. അല്ലെങ്കിൽ മറിച്ച് ചിന്തിച്ചാൽ ആ ഘടകമാണ് പാകിസ്ഥാൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അസീം മുനീറിനെ പോലുള്ള ജനറൽമാർ ഇസ്ലാമിക സൂത്രങ്ങൾ ഒഴിവിട്ടുകൊണ്ട് അവരുടെ ഗ്രാജുവേറ്റ് സ്കൂളിന്റെ ഗ്രാജുവേഷൻ സെറമണിയിൽ, കേഡറ്റിന്റെ ഗ്രാജുവേഷൻ സെറമണിയിലും ഒക്കെ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിപ്പോ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വേറെ രാജ്യത്തിലുമാണെങ്കിലും അത്ര നാരോ ആയിട്ടുള്ള ആശയങ്ങളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ആ രാജ്യം തകരും. അതുകൊണ്ടാണ് അവർക്ക് സൈന്യത്തിന്റെ അപ്പം ഒരു സമാധാന സംഭാഷണത്തിലേക്ക് പോകുവാനായിട്ട് പാകിസ്ഥാൻ ഔദ്യോഗിക പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്താൽ അത് നിലവിൽ വരുമെന്നോ അത് വർക്കബിൾ ആണെന്നോ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നോ എന്ത് ഉറപ്പാണുള്ളത്? അപ്പോൾ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് വേണം ചർച്ചയ്ക്ക് പോകുവാൻ. ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളായില്ല നടപ്പിൽ വരുത്താനുള്ള ശേഷി പാകിസ്ഥാന്റെ ഔദ്യോഗിക സംവിധാനത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തീർത്തും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. മനുഷ്യ സംസ്കാരത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്ന അതൊരു പുരോഗമനപരമായിട്ടുള്ള ഒരു സമീപനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ.